ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്വാൻ്റെ പെൻഡൻ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. MDF ബോർഡാണ് ബേസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള MDF ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. MDF ബോർഡിൽ നമുക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു അരയനും ഒരു താമരയും താമരമുട്ടും വരച്ചിട്ടുണ്ട്. അതിനൊരു 3D ലുക്ക് കൊടുക്കാനായിട്ട് മോൾഡിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മോൾഡിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വരച്ച ചിത്രത്തിൻ്റെ മുകളിൽ അതേ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ പശയൊന്നും വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നില്ല, അത് തന്നെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡൊക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിഞ്ഞിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. താമരമുട്ടും താമരയും വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിറകിൻ്റെ അവിടെ 2-3 വര ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോൾഡിറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വൈറ്റ് ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അത് വൈറ്റിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഞാൻ സ്കൈ ബ്ലൂ കളറ് ജസ്റ്റ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരയന്നത്തിൻ്റെ ചുണ്ടിന് യെല്ലോ കളർ കൊടുക്കാം. അടുത്തത് താമരയുടെ തണ്ടിന് ഞാനൊരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇലയ്ക്കും ഒരു യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കോർണറിൽ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. താമരയ്ക്ക് ആദ്യം തന്നെ ഒരു പിങ്ക് കളറാണ് കൊടുക്കുന്നത്. വൈറ്റിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കോട്ട് കൊടുത്തിട്ട് നമ്മൾ അത് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്തത് ഇത്തിരി ഡാർക്ക് കളർ പിങ്ക് കൊടുത്തു. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വൈറ്റ് കളർ ഒന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻഡൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ എന്നിട്ട് MDF ബോർഡിൻ്റെ താഴെ എൻ്റെ കുറച്ച് വുഡൻ ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിങ്കും ബ്ലൂവും വുഡൻ ബീഡ്സ് വെച്ചിട്ട് പശ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതായത് ഇതുപോലെ ഇങ്ങനെ ഇടകലർത്തിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചരട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. ആ ഹോളിൽ കൂടെ ചരട് എടുത്തിട്ട് ഞാനിങ്ങനെ വെറുതെ കെട്ടിക്കൊടുക്കുന്നുള്ളൂ. അത് കെട്ടിക്കൊടുത്തതിന് ശേഷം ഗ്രീൻ വുഡൻ ബീഡ്സും പിന്നെ പിങ്ക് പിന്നെ ഒരു ഗ്രീൻ ബീഡ്സും ഇട്ടിട്ട് നമ്മൾ ഓരോ സൈഡിലും കെട്ടിക്കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും അതുപോലെ ചെയ്തു. ബീഡ്സിനെ അവിടെ ഒന്ന് ഫിക്സ് ആയി നിർത്താൻ വേണ്ടിയിട്ട് ബീഡ് ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ 2 കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് കുറച്ചും കൂടി നീങ്ങിയിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ബ്ലൂവും പിങ്കും ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും 2 സൈഡിലും കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഇനി കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പെൻഡൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാർണിഷ് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം കേട്ടോ.